എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഹമ്മദ് കബീർ, കോട്ടയം അൽ ജസീറ ഹോളിഡേഴ്സിൽ നിന്നും. പരിശുദ്ധ ഹജ്ജ് കർമ്മം കഴിഞ്ഞു. എല്ലാ ഹാജിമാരും നാട്ടിലേക്ക് തിരിക്കുന്ന സന്ദർഭമാണ്. ഉംറയുടെ പാക്കേജുകളൊക്കെ ആരംഭിക്കുന്ന സന്ദർഭമായതുകൊണ്ട് ഉംറ വിസ ലഭിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം, ഉംറയ്ക്ക് പോകുന്നവർ ഏതെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന ചുരുക്കം ചില കാര്യങ്ങൾ മാത്രം നിങ്ങളോട് പറയാം. കാരണം എൻ്റെ യൂട്യൂബ് ചാനലിൽ ധാരാളം ഉംറയുമായിട്ട് സംശയങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാറുണ്ട്. ഉംറ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടല്ല, ഉംറ വിസ എടുക്കുന്നതും എത്ര ദിവസം നിൽക്കാമെന്നും അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ചോദിക്കുന്നവർക്കുള്ള കൃത്യമായ മറുപടിയും. ഉംറ നിർവഹിക്കാനായിട്ട് നമ്മൾ അവിടെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരു ചെറിയ വീഡിയോയിൽ മാത്രം ഞാൻ ഒതുക്കുകയാണ്. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഇത് പറഞ്ഞു തീർക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഉംറ നിർവഹിക്കാനായിട്ട് പോകുന്നവർക്ക് ഗ്രൂപ്പ് മുഖേനയും സ്വന്തമായിട്ടും ഉംറയ്ക്ക് പോകാവുന്നതാണ്. ഗ്രൂപ്പിലൂടെ പോകുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ടതില്ല. അവർ തന്നെ ആയിരിക്കും നമ്മുടെ എല്ലാ ചുമതലകളും വഹിക്കുന്നത്. അവർ ആവശ്യപ്പെടുന്ന കൃത്യമായ ആ പൈസ നമ്മൾ അടച്ചു കഴിഞ്ഞാൽ അവരോടൊപ്പം നമുക്ക് 15 ദിവസമോ അതിൽ കൂടുതലും കുറച്ചും ഒക്കെ നിൽക്കാവുന്നതാണ്. അതൊരു നിശ്ചിത തുക ഈടാക്കിക്കൊണ്ടും അവർ അമീറന്മാരോടൊപ്പം അവിടെയുള്ള സ്ഥലങ്ങളെല്ലാം നമുക്ക് കാണാനും കേൾക്കാനും അതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വിശദമായി അവർ നമുക്ക് പറഞ്ഞു തരും. ഇതാണ് നമ്മൾ ഉംറ ഗ്രൂപ്പിൻ്റെ കൂടെ പോകുമ്പോൾ. നേരെ മറിച്ച് നമ്മൾ ഒരു ഉംറ വിസ എടുത്തിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഒരു ഉംറ വിസയുടെ കാലാവധി എന്ന് പറയുന്നത് 3 മാസമാണ്. നമ്മൾ ആർക്കാണെങ്കിലും ഇനിയിപ്പോൾ 15 ദിവസം നമ്മൾ ഗ്രൂപ്പിൻ്റെ കൂടെ പോകുന്ന ആ ഉംറ വിസയ്ക്കും 3 മാസത്തെ കാലാവധിയുണ്ട്. 3 മാസമാണ്. അതായത് 89ാമത്തെ ദിവസം നമ്മൾ കയറുന്നത് മുതൽ 89 ദിവസം മാത്രം നമുക്ക് അവിടെ താമസിക്കാനുള്ള പെർമിഷനുണ്ട്. 89ാമത്തെ ദിവസം നമ്മൾ അവിടെ നിന്നും തിരിച്ചു പോരണം. ഇതാണ് ഉംറ വിസയുടെ അവിടുത്തെ ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്ന കാലാവധി. ഈ ഉംറ വിസ എടുത്ത് അവിടെ ചെല്ലുന്നവർക്ക് ഉംറ നിർവഹിക്കാനും സൗദി അറേബ്യയുടെ പല സ്ഥലങ്ങളും, അതായത് അവിടെയുള്ള ഏത് സ്ഥലവും നമുക്ക് സന്ദർശിക്കാനുള്ള പെർമിഷനുണ്ട്. കാരണം ഒരു ടൂറിസ്റ്റ് എന്ന രീതിയിൽ തന്നെ നമുക്ക് ആ നാട്ടിലെ കാഴ്ചകൾ കാണാനും അവിടെ നമ്മുടെ ബന്ധുമിത്രാദികളുണ്ടെങ്കിൽ അവരോടൊപ്പം അവിടെ താമസിക്കാനും കഴിയും. എന്നാൽ ജോലി ചെയ്യാനോ ഏതെങ്കിലും തരത്തിലുള്ള ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാനോ അതിനൊന്നും ഈ വിസ അനുവദിക്കുന്നതല്ല. ജോലി ചെയ്യാമെന്ന് കരുതി ആരെങ്കിലും അവിടെ ചെന്നാൽ അവിടുത്തെ പോലീസ് ചെക്കിങ് അഥവാ ജവാസാത്തിൻ്റെ പിടിയിൽ പെട്ടാൽ വളരെ കടുത്ത ശിക്ഷ തന്നെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഉംറ വിസയ്ക്ക് പോകുന്നവർ പോകുന്ന ടിക്കറ്റ് മാത്രം എടുത്താൽ പോരാ, തിരിച്ചുള്ള റിട്ടേൺ ടിക്കറ്റും കയ്യിൽ കരുതിയിരിക്കണം. അത് ട്രാവൽസുകാർ സാധാരണ നമ്മളോട് പറയുകയും നമ്മൾ അതനുസരിച്ച് ടിക്കറ്റ് എടുക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് ഇവിടെ നിന്ന് എയർപോർട്ടിൽ നിന്ന് കയറിപ്പോകാൻ പറ്റുള്ളൂ. ലഗേജിൻ്റെ കാര്യങ്ങളൊക്കെ പലരും ചോദിക്കും. ലഗേജിൻ്റെ കാര്യത്തിൽ ഉള്ളത് ആ ഏത് എയർലൈനിലാണോ നമ്മൾ പോകുന്നത്, സൗദി എയർലൈൻസിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു 45 കിലോ കിട്ടും. എയർ ഇന്ത്യക്കാണെങ്കിൽ ചിലപ്പോൾ 20 ഉണ്ടാവുകയുള്ളൂ. പിന്നെ ഇന്ത്യയൊക്കെ ആണെങ്കിൽ 30 കിലോ ഒക്കെ ഉണ്ടാവും. അപ്പം അത് ഏതാണെങ്കിൽ തന്നെ ടിക്കറ്റ് എടുക്കുമ്പം ആ ടിക്കറ്റിൽ അത് രേഖപ്പെടുത്തും.
ഏത് ഫ്ലൈറ്റിൽ പോയാലും 7 കിലോ നമുക്ക് ഹാൻഡ് ബാഗ് അഡീഷണൽ കൊണ്ടുപോകാവുന്നതാണ്. ഇപ്പം നിങ്ങൾ മനസ്സിലായി കാണും, നമുക്ക് റിട്ടേൺ ടിക്കറ്റ് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ 89 ദിവസം മാത്രമേ അവിടെ നമുക്ക് തങ്ങാവുള്ളൂ. വ്യക്തിപരമായ രീതിയിൽ അല്ല ഫാമിലിയോടൊപ്പം പോകുന്നവർക്ക് അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഈ ഉംറ വിസ എടുക്കുന്നതിന് നമുക്ക് ആവശ്യമായ രേഖകൾ എന്തൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 മാസത്തിൽ കുറയാതെ കാലാവധിയുള്ള പാസ്പോർട്ട്, അതായത് പുതിയ പാസ്പോർട്ടോ പഴയ പാസ്പോർട്ടോ ഒക്കെ പാസ്പോർട്ടിലൊക്കെ 6 മാസത്തിൽ കുറയാത്ത കാലാവധി ഉണ്ടായിരിക്കണം. അതിലേ ഉള്ളൂ ഉംറ വിസ അടിക്കാൻ പറ്റുള്ളൂ. അത് ഉംറ വിസ എടുക്കുമ്പോൾ നമ്മൾ ട്രാവൽ ഏജൻസിക്കാർ അത് നമ്മളോട് പ്രത്യേകം ചോദിക്കുകയും അവരത് നോക്കിയിട്ടാണ് എടുക്കുന്നത്. രണ്ടാമത്, പാസ്പോർട്ട് സൈസ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കൂടിയുള്ള ഒരു ഫോട്ടോ, പിന്നെ പാൻ കാർഡ് ഉണ്ടായിരിക്കുന്നത് ഉത്തമമാണ്. പാൻ കാർഡ് ആ വ്യക്തിക്കില്ലെങ്കിലും അവരുമായി ബന്ധപ്പെട്ടവരുടെ ആണെങ്കിൽ പോലും പാൻ കാർഡ് ഇന്ന് ആവശ്യമായി വന്നിരിക്കുകയാണ്. കാരണം പൈസ ഇടപാടുകളൊക്കെ നടത്തുന്നത് പാൻ കാർഡിലൂടെ ആയിരിക്കും ട്രാവൽ ഏജൻസികൾ. ഏകദേശം ഒരു വിസയ്ക്ക്, ഉംറ വിസയ്ക്ക് നമുക്കൊരു 12,000 രൂപ പ്രതീക്ഷിക്കാം. അത് 12,000 രൂപ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 11,500 മുകളിലേക്ക് എപ്പോഴും വരും. കാരണം അവിടുത്തെ റിയാലിൻ്റെ ഏറ്റക്കുറച്ചിലനുസരിച്ച് നമ്മുടെ നാട്ടിലെ പൈസയുടെ മൂല്യം കൂടിയും കുറഞ്ഞും ഇരിക്കും. അതുകൊണ്ട് അതിൽ നമ്മൾ ഏകദേശം 12,000 രൂപയെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ട് വേണം വിസയ്ക്ക് ട്രാവൽ ഏജൻസിയുമായി ബന്ധപ്പെടേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതോടൊപ്പം ഇനി ഗ്രൂപ്പിൻ്റെ കൂടെ പോയാലും തനിച്ച് കുടുംബാദികളോടൊപ്പം വിസ എടുത്തിട്ട് പോകുന്നവരായാലും 1 വർഷത്തിൽ നമുക്ക് റൗളയിൽ പ്രവേശിക്കാൻ 1 പ്രാവശ്യം മാത്രമേ കഴിയുള്ളൂ. എല്ലാ വർഷവും ഉംറയ്ക്ക് പോകാം, പ്രശ്നമില്ല. എന്നാൽ എല്ലാ മാസവും, അതായത് 3 മാസത്തെ വിസ എടുത്ത് ഉംറയ്ക്ക് പോയിട്ട് അടുത്ത 3 മാസത്തെ വിസയ്ക്ക് അവിടെ ചെന്നിട്ട് ഉംറ നിർവഹിച്ചതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗള ഷരീഫ് സന്ദർശിക്കാനായിട്ട് നമുക്ക് പോകാം എന്ന് കരുതിയാൽ നടക്കില്ല. അവിടെ 1 വർഷത്തിൽ 1 പ്രാവശ്യം മാത്രമേ നമുക്ക് പ്രവേശനാനുമതി കിട്ടുകയുള്ളൂ. ഇപ്പം പുതിയ നിയമമാണ്. അതിനുവേണ്ടി നമ്മുടെ കയ്യിൽ ഒരു ആൻഡ്രോയിഡ് മൊബൈൽ ഉണ്ടായിരിക്കണം. ആ മൊബൈലിൽ ആപ്പ് നുസ്ക് എന്ന് പറയുന്ന ഒരു ആപ്പ് നമ്മൾ പ്ലേ സ്റ്റോറിലൂടെ കയറ്റിയതിന് ശേഷം ആണ് നമുക്ക് അവിടത്തേക്കുള്ള പെർമിഷൻ എടുക്കുന്നത്. ഈ പെർമിഷൻ അവിടെ കാണിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് അതിൽ പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. ചിലർ ചോദിക്കും, നമ്മുടെ ഫോണ് സിം കാർഡ് മാറ്റി ഇട്ടിട്ട് നമുക്ക് ആ ഫോണിലൂടെ നുസ്കിൻ്റെ ആപ്പിലൂടെ കയറിയിട്ട് റൗളയിൽ പ്രവേശിക്കാനുള്ള പെർമിറ്റ് എടുക്കാൻ പറ്റത്തില്ല എന്ന് ചോദിക്കുന്നവരോട്, നമ്മൾ നുസ്കിൻ്റെ ആ ആപ്പ് എടുത്ത് നമ്മൾ അവിടെ പെർമിഷൻ എടുക്കാമെന്ന് കരുതിയാലും നമ്മുടെ പാസ്പോർട്ടിൻ്റെ നമ്പറാണ് ആ നുസ്കിലെ ആപ്പിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടത്. നമ്മളെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് അതാണ്. അപ്പം നമുക്ക് 1 പ്രാവശ്യം മാത്രമേ 1 വർഷത്തിൽ റൗളയിൽ പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ. എന്നാൽ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സലാം പറയാനോ ആ ഹദറത്തിൻ്റെ സമീപത്തിലൂടെ നടക്കാനും മദീനയിൽ ആ പള്ളിയിൽ നമസ്കരിക്കാനോ അതില്ലെങ്കിൽ മദീനയിലെ മറ്റ് സ്ഥലങ്ങളിൽ പോകാനോ ഒന്നും നമുക്ക് തടസ്സമല്ല. അതുപോലെ തന്നെ ഉംറ നിർവഹിക്കുന്നതിനും കഅബാലയത്തിൽ കയറി ഉംറ നിർവഹിക്കുന്നതിനും നമുക്ക് തടസ്സമില്ല. എന്നാൽ ഇനി പുതിയ നിയമം, ഉംറയ്ക്കും ഈ നിയമം, അതായത് റൗളയിൽ പ്രവേശിക്കുന്ന അത്തരത്തിൽ ഒരു ആപ്പിലൂടെ തന്നെ ഉംറയ്ക്കും സാധ്യത ഉണ്ടെന്നാണ് അവിടുത്തെ മക്കയിലെ ആ ഗവൺമെൻറ്റിൻ്റെ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വർഷത്തിൽ 1 പ്രാവശ്യം മാത്രമേ ഉള്ളൂ ഉംറ നിർവഹിക്കാനും പോകാൻ പറ്റുകയുള്ളൂ. അങ്ങനെ വന്നു കഴിയുമ്പോൾ 1 വർഷത്തിൽ 1 പ്രാവശ്യം മാത്രമേ
ഉംറ വിസയും ഒരാൾക്ക് നൽകുന്ന ഒരു സാഹചര്യം വരാൻ സാധ്യതയുണ്ട്. ആയതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഉംറയുടെ വിസയും അതായത് ഉംറയുടെ ബാച്ചുകളുമൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. ഈ മാസം അവസാനത്തോടു കൂടി ഉംറ ബാച്ചുകളൊക്കെ പോയി തുടങ്ങും. ഏകദേശം 85,000 രൂപയിൽ അധികമാണ് ഈ വർഷത്തെ ഇപ്പോൾ ഈ മാസം ലാസ്റ്റ് പോകുന്ന ഉംറ ബാച്ചുകൾക്ക് വന്നിരിക്കുന്ന റേറ്റ്. കാരണം ഉംറയ്ക്ക് പോകുമ്പോൾ 15 ദിവസം നമുക്ക് അവിടുത്തെ താമസം, ഭക്ഷണം, അതുപോലെ തന്നെ നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ളത്, അവിടെ സഞ്ചരിക്കാനുള്ള ബസ്സിൻ്റെ ഫെയർ, ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഉംറ ബാച്ചുകൾ, ഉംറ സർവീസ് കമ്പനികൾ ഇത്രയും റേറ്റ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനലിലെ ഇൻബോക്സിലൂടെ കമൻറ്റ് ചെയ്യുകയോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പിലൂടെ കമൻറ്റ് ചെയ്തോ നിങ്ങൾക്ക് നിങ്ങളുടെ വിവരങ്ങൾ കൃത്യമായിട്ട് അറിയാൻ കഴിയും. അതോടൊപ്പം തന്നെ ഉംറയ്ക്ക് പോകാൻ താല്പര്യമുള്ളവർക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ടാൽ ഉംറ ബാച്ചുകളിൽ നിങ്ങൾക്ക് അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ചെയ്ത് തരുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.